നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്കൊടുവിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റിയിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. ബന്ധ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഇ.പി. ജയരാജനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടി ഉടനടി ഉണ്ടാകും. സംസ്ഥാന സമിതിക്ക് കാക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മടങ്ങിയത് ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമാണ് ഇ.പി. പ്രതികരിച്ചത്. വേറൊന്നും തന്നെ പറയാനായിട്ട് പ്രതികരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജനെ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കണ്ണൂരിൽ നേരത്തെ പ്രഖ്യാപിച്ച പാർട്ടി പരിപാടികളോ പൊതുപരിപാടികളോ ഇ.പി. ജയരാജനില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ.പിക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ്. സംസ്ഥാന സമിതിക്ക് നടപടിക്ക് നിർദ്ദേശിക്കാനാകും. തനിക്കെതിരായ ആരോപണങ്ങളിലെ ചർച്ചകൾക്ക് തന്റെ സാന്നിധ്യത്തിൽ വേണ്ടെന്നുകൂടി കരുതിയാകണം ഇ.പി. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയതെന്നാണ് സൂചനകൾ വന്നിരുന്നത്. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ.പി. ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം വൻ വിവാദമായിട്ടുണ്ടായിരുന്നു. അതും തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഇത് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് ഒരു രാഷ്ട്രീയ ഇടിവ് തന്നെ CPM-ന് ഉണ്ടാക്കി എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇ.പി. കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട്. ഞാനും ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നായിരുന്നു ഇതിൽ ഇ.പി. അന്ന് മറുപടി നൽകിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇ.പിയെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. എന്നാൽ അപ്പോഴൊന്നും എന്തായിരിക്കും ഇ.പിക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടിയെക്കുറിച്ച് വ്യക്തമല്ലായിരുന്നു. എന്നാൽ മാസങ്ങൾ ഈ ഒരു വിവാദം വന്നതിന് ശേഷം, ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇ.പിയെ ഈ ഒരു തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതായി അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന സമിതി ചർച്ച ചെയ്യുകയും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ഇ.പി. ജയരാജൻ രാജ്യസന്നദ്ധത നേരത്തോടുകൂടി തന്നെ അറിയിച്ചത്. നാളെ മുതൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമാകും. ഇതിനു മുൻപായിട്ടാണ് പാർട്ടിയിലെ അച്ചടക്ക നടപടികൾ പൂർത്തിയാക്കാൻ പാർട്ടിയുടെ തീരുമാനമുണ്ടായത്. P.K. ശശിക്കെതിരായ നടപടിയും ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ബി.ജെ.പി. ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്ന് സമ്മതിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിയിച്ചത്. LDF കൺവീനർ കൂടിയായ ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് ഇ.പി. ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ശരിവെച്ചതോടെ ഇ.പിയുടെ പോക്കിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി പരസ്യമായി. ബി.ജെ.പിയിൽ ചേരാൻ നേതാക്കളുമായി ഇ.പി. ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി പിണറായിയും M.V. ഗോവിന്ദനും തള്ളിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തും പോലും ഇ.പി. കാണിക്കുന്ന ജാഗ്രത കുറവിനെ നേതൃത്വം ഗൗരവത്തിലെടുത്തതിന്റെ തെളിവായിരുന്നു ഈ ഒരു പരസ്യ പ്രതികരണം. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ M.V. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഇ.പി. ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു. എങ്കിലും നേതാക്കൾ ആരും പരസ്യമായി അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ജാവ്ദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നാണ് ഇ.പി. അന്ന് നൽകിയ വിശദീകരണം. ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാവ്ദേക്കർ എന്റെ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നു കണ്ടു പരിചയപ്പെട്ടു. എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് രാഷ്ട്രീയമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമല്ല, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ തീർന്നു. ഈ കൂടിക്കാഴ്ചയാണ് മറ്റു രീതിയിൽ വളച്ചൊടിക്കുന്നത്. കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും 4 മാധ്യമ പ്രവർത്തകരും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള വാദവും അന്ന് ഇ.പി. ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നീണ്ടുനിന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഇ.പിയെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി തെറിപ്പിച്ചിരിക്കുന്നത്.